നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേലിലെ രാജാക്കന്മാർ ദാവീദിനെ പോലെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതുണ്ടെന്ന് ആഹാബ് രാജാവ് പഠിക്കണമായിരുന്നു. തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറായാൽ ദുഷ്ടനായ ആഹാബിനോട് പോലും ദൈവം കരുണ കാണിക്കും. കരുണ കാണിക്കാത്ത ദുഷ്ടനായ ആഹാബ് രാജാവിനെ ദൈവം ശിക്ഷിച്ച ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നബോത്ത് എന്ന ഒരാളിന് ആഹാബ് രാജാവിൻ്റെ ഇസ്രായേലിലുള്ള കൊട്ടാരത്തിന് സമീപം ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നബോത്തിനോട് പറഞ്ഞു, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, അത് എൻ്റെ കൊട്ടാരത്തിന് സമീപമാകുന്നുവല്ലോ. എനിക്ക് അവിടെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം. ഞാനതിന് പകരം മറ്റൊരു നിലം നിനക്ക് തരാം, അല്ലെങ്കിൽ ന്യായമായ വില തന്നുകൊള്ളാം. ഈ മുന്തിരിത്തോപ്പ് എനിക്കെൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. നബോത്ത് വളരെ വിനീതമായി ആഹാബ് രാജാവിനോട് പറഞ്ഞു, അത് അങ്ങയ്ക്ക് നൽകുവാൻ യഹോവ എന്നെ അനുവദിക്കുന്നില്ല. ആഹാബ് ഉടനെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ നബോത്തിൻ്റെ മറുപടിയിൽ ദുഃഖിതനും കോപിഷ്ഠനുമായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ തൻ്റെ കിടക്കയിൽ ഭിത്തിയിലേക്ക് നോക്കി അവൻ കിടന്നു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ അടുത്തു വന്നു ചോദിച്ചു, നീ വിഷമിച്ചിരിക്കുന്നതെന്ത്? എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത്? ആ നബോത്താണ് കാരണക്കാരൻ. അവൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വിലയ്ക്ക് ചോദിച്ചു. വേണമെങ്കിൽ പകരം മറ്റൊരു തോട്ടം നൽകാമെന്നും പറഞ്ഞു. പക്ഷേ അവൻ അത് എനിക്ക് തരികയില്ലെന്ന് പറഞ്ഞു. ആഹാബ് ഇസബേലിനോട് മറുപടി പറഞ്ഞു, അത് കൊള്ളാം, അങ്ങല്ലേ ഇവിടുത്തെ രാജാവ്. ഇസബേൽ പറഞ്ഞു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ധൈര്യമായിരിക്കുക, നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വാങ്ങിത്തരാം. അതിനുശേഷം ആഹാബിൻ്റെ പേര് വെച്ച് ഇസബേൽ കുറേ കത്തുകൾ എഴുതി. രാജാവിൻ്റെ മുദ്രയും വെച്ച് ഇസ്രായേലിലെ ചില പ്രമുഖ വ്യക്തികൾക്ക് ആ കത്തുകൾ അയച്ചു. കത്തിലിങ്ങനെ എഴുതിയിരുന്നു, ഒരു ഉപവാസ ദിവസം നിശ്ചയിക്കുക, ജനത്തെ വിളിച്ചുകൂട്ടി നബോത്തിന് മാന്യമായ സ്ഥാനം നൽകുക. അപ്പോൾ ദുഷ്ടമനുഷ്യർ നബോത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ. ദൈവത്തെയും രാജാവിനെയും അവൻ നിന്ദിച്ചു എന്ന് അവർ പറയട്ടെ. പിന്നെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതായിരുന്നു രാജാവിൻ്റെ മുദ്ര വെച്ച ആ കത്തിലെ ഉള്ളടക്കം. ഇത് തയ്യാറാക്കിയത് ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ രാജ്ഞിയാണ്. ഇസബേൽ കൽപ്പിച്ചതൊക്കെ നടപ്പിലായി. നബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ഇസ്രായേലിലെല്ലാം നബോത്ത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു. ഇതറിഞ്ഞപ്പോൾ ഇസബേൽ ആഹാബിനോട് പറഞ്ഞു, നബോത്ത് മരിച്ചു, നിനക്ക്